ഹലോ വെൽക്കം ബാക്ക് ടു കുക്കൂസ് വേൾഡ്. എന്നൊരു അടിപൊളി സോയാബീൻ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം, തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അതിലുള്ള കുറേ വെള്ളമൊക്കെ വലിച്ചിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിഴിഞ്ഞ് കളയാം. പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇടണം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് 1-2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് പൊട്ടിയൊരു മണമൊക്കെ വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ പച്ചമുപ്പൊക്കെ മാറിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല കുറച്ചധികം നമ്മൾ ഈ സമയം ചേർക്കും. അത് നന്നായിട്ട് വരട്ടിയതിന് ശേഷം പച്ചമണമൊക്കെ മാറുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കൂടും. ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ വരും. മലയിലൊക്കെ ഇഷ്ടമാണ് എന്നുള്ളവർക്ക് അതുകൂടി ഇതിലോട്ട് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കതിലൊരു പച്ച സവാളയൊക്കെ വെച്ച് നമുക്കതിനെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിക്ക് അടിപൊളിയാണ്. അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൊള്ളാം. ഞാനിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കഴിച്ചൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം.